ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഫിഷ് മാർക്കറ്റ് ദുബായ് ഫിഷ് മാർക്കറ്റിലാണ് പോയത്. അറിയാമല്ലോ, ദുബായ് ഫിഷ് മാർക്കറ്റ് കുറച്ച് വലിയൊരു ഫിഷ് മാർക്കറ്റുമാണ്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് ഫിഷസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഫിഷസും അതുപോലെ ഒക്കെയുള്ള ഫിഷസ് ഇവിടെ കിട്ടും ദുബായിൽ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ മുമ്പൊക്കെ ഇങ്ങനെ ദുബായിൽ നിന്നാണ് എല്ലാ ഫിഷും വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഒരു 3 weeks വൺസൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്ത് വച്ചേക്കും. കുറേ മീൻ വാങ്ങിച്ചിട്ട് വരും. ഇപ്പം 3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചാൽ മതി, അങ്ങനെയൊക്കെ. പിന്നെ കുഞ്ഞുമോളൊക്കെ വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ദുബായി പോയപ്പോഴത്തേക്ക് എന്തായെന്ന് വെച്ചാൽ നല്ല മീനാന്ന് പറഞ്ഞ് വിശ്വസിച്ചൊക്കെ വാങ്ങിച്ചു. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ വന്ന് നമ്മളത് നോക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ചീഞ്ഞു പോയ മീനായിരുന്നു. അതിന് ശേഷം ഞങ്ങൾക്കത് മനസ്സിലായി. ഇങ്ങനെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അവിടെ ചിലടത്ത് നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ പറ്റിക്കപ്പെടാറുണ്ട് എന്നൊക്കെ. അപ്പോൾ ഹെൽത്ത് വൈസ് അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ശരിക്കും ഇവിടെ ഷാർജ ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത്. കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ നല്ല വൃത്തിക്കൊക്കെ ക്ലീൻ ചെയ്തൊക്കെ തരും കേട്ടോ അവിടുത്തെ മീൻ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ വെജ് മീൻ എന്ന് പറയുന്ന അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് ട്രാവൽ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞു ഭീമ എന്ന് പറയുന്ന ഒരു ഹോട്ടലൊക്കെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡ് കിട്ടും കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ. ഭീമ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നല്ല സൂപ്പും പിന്നെ നല്ല ചിക്കൻ വെച്ചിട്ടുള്ള ഒരുപാട് ഡിഷസൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ദോശയൊക്കെയാണ് കഴിച്ചത്. ദോശ, ഇഡ്ഡലിയും നോൺ വെജൊക്കെ വെച്ചിട്ട് കഴിച്ചത്. നല്ല സിമ്പിൾ ഫുഡായിരുന്നാലും നല്ല ടേസ്റ്റിയും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളിടയ്ക്ക് അവിടെ കാരാമയിൽ പോയി അത് കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നൈറ്റ് ആയതുകൊണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഫിഷ് മാർക്കറ്റിൽ ഞങ്ങൾ എത്തിയപ്പോൾ. അങ്ങനെ ഇവിടെ വന്നു. ഞങ്ങൾ ഫിഷൊക്കെ വാങ്ങാനായിട്ട് വന്നു. പിന്നെ ഫിഷ് മാർക്കറ്റിൻ്റെ പുറത്ത് ഒരുപാട് സ്മോൾ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ഫിഷ് മാർക്കറ്റിലോട്ടാണ് പോയത്. പുറത്തങ്ങനെ സാധനങ്ങളൊന്നും നോക്കാനൊന്നും നിന്നില്ല. അങ്ങനെ പോയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം പോയി കണ്ടത് കുറേ ലൈവ് ഫിഷസാണ്. ലൈവ് ഫിഷസ് എന്താ പറയുക, ഇത് കളർ മീൻ, ഇത് വീട്ടിൽ വളർത്തുന്നതാണ്. ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഓരോരോ വീട്ടിൽ വളർത്തുന്ന മീനാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കാണിക്കാം ക്രാബ്സും പിന്നെ തിലോപ്പിയ മീൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇങ്ങനെ കുറേ വെറൈറ്റി ഫിഷസ്. ഇതൊക്കെ വന്നിട്ട് ലൈവായിട്ട് വലിയ മീൻ കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ലൈവായിട്ട് പോയി വാങ്ങിച്ച് അതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തും ഗ്രിൽ ചെയ്തൊക്കെ കഴിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഭയങ്കര ടേസ്റ്റി എന്നാണ് പറയാറ്. ഞാനിതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇതുവരെയും തോന്നിയിട്ടുമില്ല അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാം. പക്ഷേ ഇത് പോയി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോന് പിന്നെ പറയേ വേണ്ട, അവന് മറക്കത്തേ ഇല്ല. അവന് ഇങ്ങനെ ഫിഷ് മാർക്കറ്റ് പോയി അവിടെ തന്നെ പോയി നിൽക്കും കുറേ സമയം. അങ്ങനെയാണ് ഞങ്ങൾ ഇത് കാണാനും ശ്രമിക്കുന്നത്. അങ്ങനെ കുറേ സമയം ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വലിയ നണ്ട് മീൻ അതിനിങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയില്ല. പിന്നെ ഇത് ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്ക് കൊഞ്ചുമീൻ കേട്ടോ. കൊഞ്ചുമീൻ പിന്നെ പറയണ്ട, അതിൻ്റെ വെറൈറ്റീസ് തന്നെയാണ്. ശരിക്കും ഇവിടെ ദുബായ് മാർക്കറ്റ് ഇത് വലിയ മാർക്കറ്റ്. നമുക്കിങ്ങനെ ഇച്ചിരി നോക്കിയൊക്കെ നമുക്ക് മീനൊക്കെ വാങ്ങാൻ നമുക്ക് അറിയുന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് മീൻ നമുക്കിങ്ങനെ നോക്കി വാങ്ങാൻ പറ്റും കേട്ടോ. അങ്ങനെ പക്ഷെ അച്ചാനിങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ ഇവർ നൈറ്റൊക്കെയാണ് പോയിട്ട് ഇങ്ങനെ കിലോ കണക്ക് ഫിഷൊക്കെ വാങ്ങിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവരൊരുപാട് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സ്റ്റേ ചെയ്യുമ്പോഴുള്ള കാര്യം പറയുന്നതൊക്കെ. അപ്പോഴൊക്കെ പോയി വാങ്ങും. അവർക്കൊക്കെ നന്നായിട്ട് മീനൊക്കെ നോക്കി വാങ്ങാനൊക്കെ അറിയാം. നമുക്ക് ഒരുവിധമൊക്കെ അച്ഛന് നന്നായിട്ട് നോക്കി വാങ്ങും മീൻ. എന്നാലും പക്ഷെ എനിക്ക് കുഞ്ഞു മീനിനോട് കുറച്ച് ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മീൻ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അത് വാങ്ങുന്നത്.
കുറച്ച് തീരെ കുഞ്ഞു മീനിലോട്ട് പോകുമ്പോഴാണെന്ന് തോന്നുന്നു പറ്റിക്കുന്നത്. കുറച്ച് വലിയ മീനൊക്കെ നമ്മൾ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഫ്രഷൊക്കെ കിട്ടും. പക്ഷെ അച്ഛന് വലിയ മീനൊക്കെ നോക്കി നല്ല ഫ്രഷായിട്ട് നോക്കി വാങ്ങാനൊക്കെ അറിയാം. പിന്നെ ഇവിടുത്തെ ഈ വലിയ മീൻ, ചില വലിയ മീനൊക്കെ വന്നിട്ട് ഇങ്ങനെ കറി മീനൊന്നും ആയിരിക്കത്തില്ല. അതിന് നമുക്കത് ഗ്രിൽ ചെയ്യാനോ ഫ്രൈ ചെയ്യാനോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ ഈ ഗ്രിൽ ചെയ്യുന്നതും ഫ്രൈ ചെയ്യുന്നതും അൺഹെൽത്തി എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട്, ഓയിലി ഫുഡൊക്കെ അല്ലേ, അതുകൊണ്ട് അത്ര ഇതായിട്ട് ഞാൻ വിചാരിക്കില്ല. അതുകൊണ്ടാണ് ഈ കറി മീനൊക്കെ നോക്കി വന്നത്. കറി മീൻ എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള നമ്മൾ കഴിച്ചിട്ടുള്ള മീനൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ, ആ ഒരു സ്മെല്ലോ കാര്യമൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ വേറെ സ്മെല്ലൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ ഒരു 4 വെറൈറ്റീസ് ഓഫ് ഫിഷസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഐസ് ബോക്സിലൊക്കെ വെച്ച്, ഇവിടെ ഐസ് വാങ്ങാൻ കിട്ടും. അങ്ങനെ ഒരു പാക്കറ്റ് 2 dirhams ആണ്. ഒരു 2-3 പാക്കറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ വെച്ചിട്ട് ഞങ്ങൾ ഫിഷെല്ലാം കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ അറിയാലോ, നമുക്കിവിടെ കൊണ്ടുവച്ച് അവിടെ ക്ലീൻ ചെയ്ത് അവിടേക്ക് വൃത്തിയേടാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും മോസ്റ്റ്ലി അങ്ങനെയാണ്, എല്ലാം ഫിഷൊക്കെ കട്ട് ചെയ്തും ക്ലീൻ ചെയ്തൊക്കെയാണ് വാങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളിവിടെ ഷാർജ ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോൾ സൂപ്പറായിട്ടാണ് അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. മീൻസ് മീനിൻ്റെ ഉള്ളിൽ ഒന്നും കാണത്തില്ല വൃത്തികേടായിട്ട്, എല്ലാം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് തരും. നമ്മൾ കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ കൊടുത്തെങ്കിൽ അത്രയും സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. നമ്മൾ വീട്ടിൽ വന്ന് നിന്ന് കുറേ സമയം കുഞ്ഞു മീനൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ അകത്തുള്ള എന്താ പറയുക, കുടൽ സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. അത്ര വൃത്തിയൊന്നും അല്ല കേട്ടോ, അത്ര സൂപ്പറായിട്ടൊന്നും അല്ല ക്ലീൻ ചെയ്ത് തരുന്നത് ദുബായ് ഫിഷ് മാർക്കറ്റിൽ. പക്ഷേ അങ്ങനെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ വിചാരിച്ചു ഒന്ന് പോയി നമുക്കൊരു വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാമല്ലോ. അങ്ങനെ ദുബായ് മാർക്കറ്റിൽ പോകാം. അതുകൊണ്ട് കുറച്ച് വെറൈറ്റിയൊക്കെ കിട്ടി കേട്ടോ. അതിൻ്റെ ഒരു സൂപ്പറാണ് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. ഏകദേശം എത്താറായി. പിന്നെ ഞങ്ങൾ മീനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്, മീനൊക്കെ വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് അച്ഛൻ്റെ നെക്സ്റ്റ് ഡേ ലീവൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇച്ചിരി താമസിച്ച് വീട്ടിൽ വന്നാൽ നമുക്കൊന്നും വിഷമം തോന്നത്തില്ല. അല്ലാണ്ട് നമ്മൾ താമസിച്ച് വരുമ്പോൾ നെക്സ്റ്റ് ഡേ നേരത്തെ എണീക്കണം, ഫുഡ് ഉണ്ടാക്കാൻ, അച്ഛനും പോകണം. പിന്നെ മോന് സ്കൂളിൽ പോകാനാണെങ്കിൽ അത് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കാണാം.